സമയം 2:30 ആയിട്ടുണ്ട്. പാതിരാത്രി 2:30. ഒടിയൻ സിനിമ കണ്ട് ചെന്നൈയിലെ രോഹിണി തിയേറ്ററിൽ നിന്ന് ഒടിയൻ സിനിമ കണ്ട് വീട്ടിലോട്ട് വന്ന് കയറുന്നേ ഉള്ളൂ. ഇപ്പോൾ എന്താ പറയുക, കഴിഞ്ഞൊരു 2 വർഷത്തോളമായെന്ന് തോന്നുന്നു. 2 വർഷമായിട്ട് മലയാളികൾ കേരളക്കരയാകെ കാത്തിരുന്ന ഒരു മോഹൻലാൽ സിനിമയാണ്. ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രമാത്രം മലയാളികൾ ഇതിനു മുമ്പ് കാത്തിരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അത്രമാത്രം പ്രതീക്ഷകളോടെയാണ് മോഹൻലാൽ ഒരുപാട് എന്താ പറയുക, ശരീരം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒത്തിരി വ്യായാമങ്ങളൊക്കെ ചെയ്യുന്ന ഫോട്ടോസൊക്കെ നമുക്ക് ഇതിനു മുമ്പ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം മുഖത്തിൻ്റെ ഷേപ്പ് മാറ്റി തടി കുറച്ചു, അങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മൾ ഇതിനോടൊപ്പം നമുക്ക് കിട്ടിയതാണ്. അതുമാത്രമല്ല, വർഷങ്ങളായി കല്യാൺ സിൽക്സ് ഉൾപ്പെടെ പരസ്യരംഗത്ത് ഒരു വളരെ വലിയ ഒരു പേരുള്ള, നാഷണൽ ലെവലിൽ വളരെ അധികം പേരുള്ള ശ്രീകുമാർ മേനോൻ ആദ്യമായിട്ടൊരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നു. അതൊക്കെ എന്തായിരിക്കും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ നമുക്കറിയാം, കുട്ടി സാങ്കിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു. PF മാത്യൂസിൻ്റെ കൂടെ നാഷണൽ അവാർഡ് വിന്നറാണ്. അപ്പം ഇതെല്ലാം കൊണ്ടും ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു പടമായിരുന്നു മോഹൻലാൽ, മഞ്ജു വാര്യർ, പ്രകാശ് രാജ്, പിന്നെ ഒരുപാട് പേര്. ഒക്കെ കുറച്ചുകൂടി ഏറ്റുന്ന രീതിയിലായിരുന്നു. അതിൻ്റെ പാട്ടുകളൊക്കെ യൂട്യൂബിലൊക്കെ ഹിറ്റായി, വളരെ ട്രെൻഡിങ് ആയി. ആ പാട്ടുകളൊക്കെ നല്ല വിഷ്വലൈസിങ് ഒക്കെ വളരെ മികച്ച രീതിയിലായിരുന്നു. അപ്പം നമുക്ക് പ്രതീക്ഷ സ്വാഭാവികമായിട്ടും നമുക്കെല്ലാവർക്കും കൂടി. പടം റിലീസായപ്പോൾ തൊട്ട് സോഷ്യൽ മീഡിയകളിൽ ഉൾപ്പെടെ എല്ലായിടത്തും അതിനെക്കുറിച്ചുള്ള പലവിധ സമ്മിശ്ര പ്രതികരണങ്ങൾ വരുന്നുണ്ട്. നെഗറ്റീവ് റിവ്യൂസ് ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു സിനിമ റിലീസായി വൈകുന്നേരം തന്നെ ചാനൽസിൽ. എൻ്റെ ശത്രുക്കളാണ്, ശത്രുക്കൾ അല്ലെങ്കിൽ പിന്നെ ഈ പടം ഇങ്ങനെ പ്രതീക്ഷിച്ച രീതിയിൽ പോകരുത്, നല്ല നിലയിൽ പോകരുത് എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ്, സിനിമാ വ്യവസായത്തെ തകർക്കുന്ന ആളുകളാണ് ഇങ്ങനെ നെഗറ്റീവ് റിവ്യൂസ് കൊണ്ടുവരുന്നതും മോശം റിവ്യൂസ് കൊണ്ടുവരുന്നതും കൂട്ടമായ ഒരു ആക്രമണമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇന്ന് രാത്രി 11 മണിയുടെ ഷോ ഇവിടെ ചെന്നൈ കാണാൻ പറ്റി. എന്താ പറയുക, ശരിക്കും വടക്കുംനാഥനിൽ തുടങ്ങി പുലിമുരുകനിൽ തീരുന്ന ഒരു സിനിമ, അതാവും ഒടിയൻ എന്ന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഞാൻ തീർച്ചയായിട്ടും സിനിമാ വ്യവസായം നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നയാളോ അല്ലെങ്കിൽ ശ്രീകുമാർ മേനോൻ എന്ന സംവിധായകനോട് എന്തെങ്കിലും എതിർപ്പുള്ള ആളോ ഒന്നുമല്ല. നമ്മൾ നെഗറ്റീവ് റിവ്യൂ എന്തെങ്കിലും പറയുമ്പോഴത്തേനും ഇങ്ങനെ ഒരു ചാപ്പകത്തിൽ വന്നാൽ ശരിയല്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. കുറേ നമ്മൾ കണ്ടു മറന്ന കുറേ സിനിമകളുടെ ഒരു മിക്സിങ് അവിടെ എല്ലാമായിട്ട് കുറേ മിക്സിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ പണ്ട് എൻ്റെ കോളേജിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ ഇങ്ങനെ ഒടിയൻ്റെ ഒരു പഴയ കഥകളൊക്കെ അവൻ്റെ നാട്ടിൽ പറയുന്നതൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഈ സിനിമയുടെ ഈ പ്രൊമോഷനോട് ചേർന്നാണ് മറ്റു വാർത്തകളൊക്കെ നമ്മൾ, അല്ലെങ്കിൽ ഈ ഒടിയൻ എന്ന് പറഞ്ഞ ഒരു സങ്കല്പം, ആ ഒരു കെട്ടുകഥ, അതൊക്കെ എന്താണെന്ന് നമ്മൾ അറിയുന്നതും ഓക്കെ. അതിപ്പോഴും എനിക്ക് അറിയത്തില്ല, പാലക്കാട് ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു. ഇത് ഈ സിനിമ ഈ കാണിച്ചിരിക്കുന്ന പോലെയൊക്കെയാണോ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും സിനിമ ആ ഒടിയൻ എന്ന് പറയുന്ന ആ ഒരു മിത്തിനെ അതിൻ്റെതായ രീതിയിൽ ഒരുപക്ഷെ കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതറിയാത്ത ഒരാളായിട്ട് കൂടെ എനിക്ക് സംശയമുണ്ട്. കാരണം കുട്ടിക്കാലത്തൊക്കെ പിള്ളേരെ ഭക്ഷണം കൊടുക്കാനും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒടിയൻ വരും എന്നൊക്കെ പറഞ്ഞ് ഒന്ന് അടക്കി നിർത്താനൊക്കെ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുത്ത കുറേ കഥകളായിരിക്കാം ഒടിയൻ്റെ. ഈ ഒടിയൻ കണ്ടാൽ ഒരുപക്ഷെ ഇനി അങ്ങനെ അത്തരം പേടികളൊക്കെ അല്ലെങ്കിൽ കെട്ടുകഥകളിൽ ഉണ്ടായിരുന്ന ഭീമാകാരനായ ഒടിയൻ ഇത്രയേ ഉള്ളോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ആ സിനിമ എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ അത്യാവശ്യം ക്ലാരിറ്റിയൊക്കെ ഉള്ള, വേണമെങ്കിൽ കണ്ടിരിക്കാവുന്ന ഒരു വാച്ചബിൾ ആയിട്ടുള്ള ആവറേജ് മൂവി, അതാണ് ഒടിയൻ എന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഭയങ്കര എന്താ പറയുക, ഈ ഇന്ത്യയിലുള്ള എല്ലാ അവാർഡുകളും, അഭിനയത്തിനുള്ള എല്ലാ അവാർഡുകളും ഇനി മോഹൻലാലിന് സ്വന്തം എന്നൊക്കെ രീതിയിലുള്ള
ഭയങ്കര അവകാശവാദങ്ങളാണ് ഇതിൻ്റെ സംവിധായകൻ ഉന്നയിച്ചത്. ഒരു പക്ഷേ ആയിരിക്കും ഈ കാക്കയ്ക്ക് തൻകുഞ്ഞും പൊൻകുഞ്ഞ് എന്നൊക്കെ പറയുന്ന പോലെ ഒരുപക്ഷെ അദ്ദേഹം അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം. പക്ഷെ അദ്ദേഹം പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിച്ചതെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഒരു നല്ല സംവിധായകനല്ല. ഇനി അദ്ദേഹത്തിന് പടം എടുക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു 2-3 വട്ടം ആലോചിക്കേണ്ടതായ കാര്യമാണ്. അതല്ല, തൻ്റെ ഒരു സിനിമയെ അദ്ദേഹം പരസ്യരംഗത്തായിരുന്നു, ബ്രാൻഡിങ്ങിൻ്റെ ഒരു ഉസ്താദാണ് അദ്ദേഹം. അപ്പം ആ ഒരു ബ്രാൻഡിങ് എങ്ങനെ കൊണ്ടുപോകാം, മാർക്കറ്റിംഗ് എങ്ങനെ എങ്ങനെ ഈ പടത്തെ ഉയർത്തിക്കൊണ്ട് പോകാം എന്നാണ് അദ്ദേഹം ചിന്തിച്ച് പറഞ്ഞാണെങ്കിൽ ഓക്കെ, അദ്ദേഹത്തിൻ്റെ തൊഴിൽ അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ അവകാശവാദങ്ങൾക്കനുസരിച്ച് പടം വരാതിരുന്നാൽ ഇത്തരം നെഗറ്റീവ് റിവ്യൂസും അല്ലെങ്കിൽ പരിഹാസങ്ങളൊക്കെ, ട്രോളുകളും മീമുകളൊക്കെ ആൾക്കാർ പറയുമ്പോൾ അതിനെ സവിഷ്ണതയോടെ നേരിടാനും കൂടെ ഒരു ധൈര്യം വേണം, അല്ലെങ്കിൽ നേരിടുമെന്നുള്ള ഒരു ഉറപ്പ് സ്വയം ഉണ്ടാകണം. സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞിട്ട് വടക്കനാരി തുടങ്ങി പുലിമുരുകനിൽ തീരുന്ന ഒരു പടം. അതിൻ്റെ സ്റ്റണ്ടുകളൊക്കെ പീറ്റർ ഹെയ്ൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ ഇന്ത്യൻ സിനിമാ രംഗത്ത് വളരെ പേരുള്ള ഒരു സ്റ്റണ്ട് മാസ്റ്റർ. അദ്ദേഹത്തിനൊക്കെ ഇത്രയേ പറ്റുള്ളൂ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ സ്റ്റണ്ടുകൾ. പിന്നെ പുലിമുരുകനിൽ നമ്മൾ കണ്ട കുറേ സ്റ്റണ്ടിൻ്റെ കുറേ ഭാഗങ്ങൾ അങ്ങനെയൊക്കെ തോന്നി. മ്യൂസിക് ഞാൻ പറഞ്ഞത്, മ്യൂസിക് നന്നായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പാട്ടുകൾ പോയി. പക്ഷെ പാട്ടുകളും കൂടുതലായിരുന്നു. ആദ്യത്തെ 2 പാട്ടുകളൊക്കെ അടുപ്പിച്ച് വന്നപ്പോഴത്തേന് നമ്മൾ ഇറിറ്റേറ്റ് ആകുകയാണ്. സിനിമ ടോട്ടലി വല്ലാത്ത ലാഗാണ്. 2.25 മണിക്കൂറിന് ആ സിനിമ എന്തുണ്ട്, 2.25 മണിക്കൂറിനുണ്ടോ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ തോന്നിപ്പോകുന്ന ഒരു ഇത് തന്നെ. ലാഗടിച്ച് എൻ്റെ കൂടെ ഉള്ള 2-3 പേര് ഉറങ്ങുകയും ചെയ്ത് ഇടയ്ക്കിടയ്ക്ക്. ഞാൻ ഒരു എന്താ പറയുക, ഇച്ചിരി കൂട്ടി പറയുന്നതൊന്നുമല്ല, സത്യസന്ധമായ കാര്യമാണ്. തിയേറ്റർ നിറച്ച ആളുണ്ടായിരുന്നു. ചെന്നൈയിലാണെങ്കിൽ കൂടെ വളരെ തിങ്ങി നിറഞ്ഞ് വലിയൊരു സ്ക്രീനായിരുന്നു. അവിടെ തന്നെ വളരെ അധികം ആൾക്കാരുണ്ടായിരുന്നു. തുടക്കത്തിലുണ്ടായിരുന്ന ആൾക്കാരുടെ ബഹളവും ആവേശമൊന്നും പിന്നീട് അങ്ങോട്ട് ഉണ്ടായിട്ടില്ല. അത് ഒടിയൻ്റെ കാര്യം മുഴുവനായിട്ട് പറയുമ്പോൾ എനിക്കത് വളരെയധികം ഒരു ഇത് തോന്നിയൊരു കാര്യം, പറയണമെന്ന് തോന്നിയൊരു കാര്യം, അതിനകത്ത് രാവുണ്ണി നായർ, പ്രകാശ് രാജ് ചെയ്ത കഥാപാത്രം. രാവുണ്ണി നായർ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഈ പടം കണ്ടിറങ്ങിയവർക്ക് പോലും ആ രാവുണ്ണി നായർ എന്ന് പറഞ്ഞ പേര് ക്ലിക്ക് ചെയ്യണമെന്നില്ല. കരിമ്പൻ നായർ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം തൊട്ടേ ഒരു ബാല്യകാലം കാണിക്കുന്നുണ്ട്. അവിടെ തൊട്ട് ആ കറുപ്പ് ആണ് അദ്ദേഹത്തെ നെഗറ്റീവ് ആക്കി നിർത്തിയിരിക്കുന്നത്. സിനിമ ടോട്ടലി സിനിമയുടെ തന്നെ വെളിച്ചമാണ് നെഗറ്റീവ് കഥാപാത്രവും, ഇരുട്ടാണ് പോസിറ്റീവ് കഥാപാത്രമായിട്ട് പറയുക. അല്ലെങ്കിൽ ആ വെളിച്ചത്തെ എങ്ങനെയാണ് ഇരുട്ട് സ്വീകരിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു ഇന്നർ റീഡിങ് വേണമെങ്കിൽ നടത്താവുന്നതാണ്. പക്ഷേ നമ്മുടെ സിനിമയുടെ നായികയുടെ ഒരു ഡയലോഗുണ്ട്, ഇരുന്നിരുന്ന് ഇനി മുഖത്തെ കറുപ്പ് കൂട്ടണ്ട എന്ന് പറയുന്ന ഡയലോഗാണ്. ഒരു നായിക അതൊക്കെ പറയുമ്പോൾ നമുക്ക് കറുപ്പ് അല്ലെങ്കിൽ ഇരുട്ട് മീൻസ് കറുപ്പിൻ്റെ ഒരു ഇതിനോട്, കറുപ്പും ഒരു നിറം തന്നെയാണ്, അതും അതിനോട് നെഗറ്റീവ് പറയുമ്പോൾ എപ്പോഴും ഈ കറുപ്പിനെ പറയുന്ന ഒരു സ്ഥിരം സിനിമാ ശൈലി അതൊക്കെ ഇനി അത് ആൾക്കാരത് മാറേണ്ടിയിരിക്കുന്നു. ഇപ്പം തന്നെ അതിനെക്കുറിച്ചുള്ള ഒരുപാട് ചർച്ചകൾ കുറേ നാളുകളായിട്ട് സാംസ്കാരിക ഇടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഒടിയൻ മാണിക്യനെ പോലെ ഒരാൾ നല്ല വെളുത്ത് സുന്ദര കുട്ടപ്പനായിട്ട് ഒരാളെ കൊണ്ടുവന്നിട്ട് ഒരു വലിയ സവർണ കുടുംബത്തിലെ, ഞാൻ അങ്ങനത്തെ ഒരു രാഷ്ട്രീയമല്ല പറയുന്നത്, പക്ഷേ ആ സവർണ കുടുംബത്തിലെ ഒരാൾ, അയാൾ മോശമായത് അയാൾ മോശമാണ്, അയാളൊരു വില്ലനാണ്, സോ അയാളെ കറുപ്പാക്കുക എന്നുള്ള ആ ഒരു ഇന്നർ മീനിങ് ഉണ്ടല്ലോ, അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. വ്യക്തിപരമായ അഭിപ്രായമാണ്. ഒട്ടും നമുക്ക് അതൊരു ആക്സെപ്റ്റബിളായിട്ട് തോന്നിയില്ല. അതങ്ങനെ എന്തിനായിരുന്നു അങ്ങനെയെന്ന് ഉള്ള ഒരു ഇത്. പിന്നെ അഭിനയമാണെങ്കിലും ആരുടെ, പ്രകാശ് രാജിനെ പോലെ ഒരു നടനെ കൊണ്ടുവന്ന് ഒരു കോമാളി വേഷം കെട്ടിച്ച പോലെ തോന്നി. പിന്നെന്താ, ആരും കൂടുതലും ആ ഡ്രാമാറ്റിക് ആയിരുന്നു. നമ്മുടെ മൂത്തപ്പനും കൊച്ചുമോനും തമ്മിലുള്ള ആ സീനുകളും, അയാൾ മരിക്കുന്നതിന് തൊട്ടുപോലെയുള്ള സീനുകളൊക്കെ
ലാഗ് ചെയ്ത് ഡ്രാമ. അതുപോലെ ഒരുപാട് സന്ദർഭങ്ങളിൽ നമുക്ക് അത് കാണാവുന്നതാണ്. ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഓവർ ഡ്രാമാറ്റിക് അഭിനയം. ഇതൊക്കെ കൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നത് ഇത്രമാത്രം നെഗറ്റീവ് കമൻസ് ഒക്കെ വന്നത്. ഇനിയും പടം എടുക്കുമ്പോൾ ഈ ഇത്രമാത്രം മാർക്കറ്റിംഗ് ആവാം. സ്വന്തം സിനിമകളെ നമ്മൾ തന്നെ മാർക്കറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതൊക്കെ അതിൻ്റെ ഒരു സിനിമാ വ്യവസായമാണല്ലോ. സോ സിനിമ ഒരു കല എന്ന് പറയുന്നതിനുപരി എല്ലാവരും സിനിമ വ്യവസായമാണ്, ഇൻഡസ്ട്രി എന്നാണല്ലോ പേര് പോലും. അതങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സോ മാർക്കറ്റിംഗ് ആവാം. എത്രമാത്രം മാർക്കറ്റിംഗ് വേണമെന്ന്, തങ്ങളുടെ സിനിമയ്ക്ക് എത്രമാത്രം മാർക്കറ്റിംഗ് ആവശ്യമാണെന്ന് സ്വയം ഒരു വിവേചന ബുദ്ധിയാണ് ആദ്യം വേണ്ടത്. അപ്പം ഇത്ര നെഗറ്റീവ് റിവ്യൂകളൊന്നും കണ്ടും പരിഹാസങ്ങൾ കണ്ടും ട്രോളുകൾ ഒന്നും തളരണ്ട. ഇനിയും നന്നായിട്ട് എന്താ പറയുക, ഹാർഡ് വർക്ക് ചെയ്ത് നല്ല ഹോംവർക്ക് ചെയ്ത് നല്ല പടങ്ങൾ ചെയ്യാൻ ഒരുപക്ഷെ സാധിച്ചേക്കും. പക്ഷെ അങ്ങനെ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റെപ്പുകൾ ഇനിയും അദ്ദേഹത്തിനുണ്ട്. പരസ്യരംഗത്തെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് മാത്രം കൊണ്ടായില്ല എന്ന് തോന്നുന്നു. ഇത് തീർച്ചയായിട്ടും ഒരു പറയാൻ വേണ്ടി പറഞ്ഞ ഒരു നെഗറ്റീവ് കമൻസ് ഒന്നും അല്ല. ഇത് നമ്മൾ കണ്ട് നമുക്ക് കിട്ടിയൊരു ഫീലാണ്. ഒരുമാതിരി എന്തോ ഒരു നെഗറ്റീവ് സിനിമ വിട്ട് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനോ പറയാനോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയായി. സോ അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ഇനിയും മറ്റ് സിനിമകളുടെ വിശേഷങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ ഈ ചാനൽ റോഡ് സൈഡ് അംബാനീസ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒക്കെ പറയുക, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് നൈറ്റ്.